പൗളീൻ ലേഖന പഠന പരമ്പരയുടെ 23ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗലാത്യ ലേഖനം 5-6 അധ്യായങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഒരു ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുക. വചനം ഇപ്രകാരം വായിക്കാം: സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ. അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായാലും ഭൗതിക സ്വാതന്ത്ര്യമായാലും ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. അതിനാൽ അടിമത്തത്തിന്റെ നുഖത്തിന് വിധേയരാകരുതെന്ന് പൗലോസ് ഭംഗിയായി പഠിപ്പിക്കുകയാണ്. ഈ പാരഗ്രാഫിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി പറയുകയാണ്. ഒന്ന്, പരിച്ഛേദനം വഴി ലഭിക്കുന്ന നിയമത്തിന്റെ അടിമത്തം. രണ്ട്, പരിശുദ്ധാത്മാവ് വഴി ലഭിക്കുന്ന സ്വാതന്ത്ര്യം. എന്താണ് നിയമത്തിന്റെ അടിമത്തം എന്ന് പറയുന്നത്? നിയമം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നത്. യഹൂദർ പരിച്ഛേദനം സ്വീകരിക്കുമ്പോൾ അതിന് അടയാളം ഇതാണ്: നിയമം അനുസരിക്കണം. നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ കടുക്കിനിടുക, പച്ച കുത്തുക തുടങ്ങിയ സമ്പ്രദായങ്ങളുണ്ട്. നമ്മളിപ്പോൾ സ്റ്റൈലിന് വേണ്ടി കടുക്കനിടുന്നു, പച്ച കുത്തുന്നു. പക്ഷേ ആദ്യകാലങ്ങളിലെല്ലാം കടുക്കനിടുന്നതും പച്ച കുത്തുന്നതുമെല്ലാം ഇന്ന വ്യക്തിയുടെ അടിമകളാണ് എന്നതിൻ്റെ സിമ്പലാണ്. അപ്പോൾ അതുപോലെ ദൈവത്തിൻ്റെ അടിമകളാകാനുള്ള ഒരു സിമ്പലായിട്ടാണ് യഹൂദന്മാർ പരിച്ഛേദനത്തെ ഉപയോഗിക്കുന്നത്. പരിച്ഛേദനം ഒരു അടയാളമാണ്, ദൈവത്തിൻ്റെ അടിമയാണ് എന്നതിൻ്റെ ഒരു സിമ്പൽ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ഇങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകളെ അടിമ മനോഭാവത്തോടെ പാലിക്കേണ്ടവരല്ല ക്രിസ്ത്യാനികൾ, മറിച്ച് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വഴി ദൈവമക്കൾ എന്ന സ്ഥാനം ലഭിച്ചിരിക്കുന്നു. അതിനാൽ നമ്മൾ ദൈവമക്കൾ എന്ന അവകാശം പ്രാപിക്കണം. അതുകൊണ്ട് അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഇതാണ് പൗലോസ് 5-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. തുടർന്ന് ജഡത്തിന്റെ വ്യാപാരങ്ങളെയും ആത്മാവിന്റെ വ്യാപാരത്തെയും കുറിച്ചും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. എന്താണ് ജഡത്തിന്റെ വ്യാപാരം? അതായത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. യേശുനാഥൻ പറഞ്ഞ വചനമാണിത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജഡത്തിൽ വ്യാപരിക്കുന്ന വ്യക്തികൾ ജഡത്തിന്റെ അടിമത്തം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ ആളുകളൊക്കെ പറയും, എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം വേണം, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കില്ല, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നടക്കണം, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, അതുകൊണ്ട് ഞാൻ തിന്നുകയും കുടിക്കുകയും ചെയ്യും, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ മദ്യപിക്കും, ഇഷ്ടമുള്ള പോലെ പുകവലിക്കും. ആരാ ചോദിക്കാൻ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ആ വ്യക്തി ജഡത്തിൻ്റെ വ്യാപാരത്തിൻ്റെ അടിമയായതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. കാരണം പാപത്തിൻ്റെ പ്രത്യേകത, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ആ അടിമത്തത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരിക്കലും പുറത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ഡയലോഗ് പറയുമെങ്കിലും പാപത്തെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. നന്മയെ ഉപേക്ഷിക്കാൻ സാധിക്കും, പക്ഷെ പാപത്തെ ഉപേക്ഷിക്കുവാൻ ഒരു മനുഷ്യനെ സാധിക്കുകയില്ല. പാപം ചെയ്തവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ഇങ്ങനെ അടിമത്തമുള്ള വ്യക്തികൾ പാപത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഇവയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫലങ്ങൾ എന്താണെന്ന് 5-ാം അധ്യായം 19-ാം തിരുവചനത്തിലൂടെ പൗലോസ് പഠിപ്പിക്കുകയാണ്. അത് ഇപ്രകാരമാണ്: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി. അശുദ്ധി എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം, ദുർവൃത്തി എന്ന് പറഞ്ഞാൽ സ്വവർഗഭോഗം. വ്യഭിചാരം. അടുത്തത് വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. എന്താണ് പാപം എന്നതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പൗലോസ് ഭംഗിയായി ഇട്ടിരിക്കുകയാണ്. ഈ ദൃശ്യമായ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ, ഉദാഹരണം മദ്യപാനം പാപമാണെന്ന് ബൈബിളിൽ എവിടെ എന്ന് ചോദിക്കുന്നവർക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്ന വചനമാകരുത്. അപ്പോൾ മദ്യപാനത്തിന്റെ ഈ ദൃശ്യമായ പ്രവൃത്തിയാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം. അപ്പൊ ഇതേപോലെ ഓരോ പാപങ്ങൾ എന്താണെന്നും അതിന്റെ തലത്തിലുള്ള മറ്റു പ്രവൃത്തികൾ എന്താണെന്നും അതിനെല്ലാം അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമ്മോട് പൗലോസ് ആവശ്യപ്പെടുകയാണ്. ഇതാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു വ്യക്തിയിനുള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ അതെങ്ങനെ തിരിച്ചറിയാം? ആത്മാവിന്റെ ഫലങ്ങളിൽ നിന്നാണ് തിരിച്ചറിയുക.
നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം പുറപ്പെടുന്നു എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലം പുറപ്പെടുന്നു. അപ്പോൾ എന്താണ് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉള്ളതിന് അടയാളം? അത് അവൻ ചെയ്യുന്ന കാരിസങ്ങളുടെ വരദാനങ്ങളുടെ മികവ് കൊണ്ടല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ എത്രയുണ്ടെന്ന് അറിയാൻ സാധിക്കുക. ഏതൊക്കെയാണ്? അഭിപ്രായം പറയാൻ 5-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം, ഇവയാണ്. ഇവയ്ക്കെതിരൊരു നിയമവുമില്ല. അപ്പോൾ നിയമങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ഫലത്തോട് ചേർന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ഉള്ളിലുണ്ടെങ്കിൽ ഈ ഫലങ്ങൾ തനിയെ പുറപ്പെടുന്നു. അതിനാൽ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിന് അടിമയാകേണ്ട ആവശ്യമില്ല. ഈ ഫലങ്ങളെല്ലാം എല്ലാവർക്കും തുല്യ അളവാണ്. അതായത് എൻ്റെ ഉള്ളിൽ സ്നേഹം എത്രയുണ്ടോ അത് തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള ക്ഷമയുടെ അളവുകൾ. ക്ഷമ എനിക്ക് വളരെ കുറവും സ്നേഹം എൻ്റെ ഉള്ളിൽ കൂടുതലുമാണെന്ന് ഒരിക്കലും പറയരുത്. എൻ്റെ ഉള്ളിൽ ആനന്ദമുണ്ടോ, എൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടോ, ഇതെല്ലാത്തിൻ്റെയും അളവ് ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. കാരണം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഇവയുടെ അളവുകൾ. അപ്പോൾ ചിലരൊക്കെ പറയും എനിക്ക് സ്നേഹമുണ്ടല്ലോ പക്ഷെ ക്ഷമ കുറവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, യേശുക്രിസ്തുവിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങൾ അതിൻ്റെ സമ്പൂർണതയിലുള്ളത്. യേശുക്രിസ്തുവിൽ സ്നേഹം 100%, ക്ഷമ 100%, ദയ 100%, ആത്മസംയമനം 100%. യേശുക്രിസ്തുവിലുള്ള ഈ ആത്മാവിൻ്റെ ഫലങ്ങളോട് തുലനം ചെയ്തിട്ട് വേണം എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ അളവ് ഞാൻ എടുക്കാൻ, എൻ്റെ ഉള്ളിലുള്ള ക്ഷമയുടെ അളവ് ഞാൻ എടുക്കാൻ. അപ്പോഴാണ് ഞാൻ വലിയൊരു പരാജയമാണ് എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാവുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ഫലങ്ങളിൽ അളവ് നോക്കി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം എൻ്റെ ഉള്ളിൽ എത്രയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സഹായിക്കണം എന്നുള്ള കാര്യം പൗലോസ് പറയുകയാണ്. പ്രത്യേകിച്ച് വചനം പഠിപ്പിക്കുന്ന വ്യക്തികളെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഫലം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പൗലോസ് പഠിപ്പിക്കുക. വചനഭാഗം ഇപ്രകാരമാണ്: വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ വസ്തുക്കളുടെയും പങ്ക് തൻ്റെ അധ്യാപകന് നൽകണം. 6-ാം അധ്യായം 6-ാമത് തിരുവചനം ഇങ്ങനെ പറയുക. അതുപോലെ തന്നെ 7-ാം വാക്യം: നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ? നമ്മൾ എന്തിനു വേണ്ടിയാ ഓടുന്നത്? നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത്? ജഡത്തിന് വേണ്ടിയാണോ? ജഡത്തിന്റെ കാര്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ? ഭക്ഷണത്തിനും വിശ്രമത്തിനും ആനന്ദത്തിനും വേണ്ടി മാത്രമാണോ നാം നമ്മുടെ ധനം അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം? പ്രിയപ്പെട്ട സഹോദരികളെ, ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്തെടുക്കുന്നു എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ആത്മാക്കൾക്ക് വേണ്ടി വലിയൊരു ദാഹം നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടണമെന്ന് പൗലോസ് പഠിപ്പിക്കുക. മറ്റൊരു വസ്തുത 6-ാം അധ്യായം 15-ാമത്തെ തിരുവചനം: പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. വളരെ പരമപ്രധാനമായ കാര്യം എന്താണ്? പുതിയ സൃഷ്ടിയാവുക. നിയമം അനുസരിച്ച് ജീവിക്കലല്ല. നീ വിശുദ്ധനാണോ അല്ലയോ? വിശുദ്ധമായ ജീവിതമാണോ നീ നയിക്കുന്നത് അല്ലയോ? ഇതാണ് ഏറ്റവും പരമപ്രധാനം. ഗലാത്യ ലേഖനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്ന മറ്റൊരു വസ്തുത കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അതിപ്രകാരമാണ് 17-ാമത്തെ തിരുവചനം: ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നത് പൗലോസ് ധരിക്കുന്ന യേശുവിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് പഞ്ചശതങ്ങളാണെന്നാണ്. നമ്മൾ സാധാരണ രീതിയിൽ ആദ്യത്തെ പഞ്ചശതധാരിയായി വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെയാണ് പറയുന്നത്. എന്നാൽ ഈ വചനം വെച്ചുകൊണ്ട് പറയുകയാണ്, ഇനിമേൽ നിങ്ങളെന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, കാരണം ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ പഞ്ചശതധാരിയാണ് പൗലോസ് ലീഗ എന്ന അർത്ഥത്തിലാണെന്ന് പല സഭാ പണ്ഡിതന്മാരും ബൈബിൾ പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു വചനത്തിൻ്റെ ഒരു ധ്യാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗലാത്യ 5-6 അധ്യായങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പ്രത്യേകമായി ആത്മാവിൻ്റെ ഫലങ്ങൾ നിറഞ്ഞ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക്, പാപത്തിൻ്റെ അടിമത്തത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമല്ല,
ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു വിളി, പരിശുദ്ധാത്മാവിൽ നിയമത്തെ അനുസരിക്കുവാനുള്ള ആ വലിയൊരു കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.